പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹിയർ വിത്ത് രാജ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. प्यारे दोस्तों, आज हम 7वीं कक्षा के एक कविता पढ़ेंगे जिसका नाम है खुद से प्यार. खुद का अर्थ क्या होता है? स्वयं, अपनों से या अपने से प्यार. खुद से प्यार. सूरज अपनी आग से इतना प्यार करे कि वो दे सके आग दुनिया को भी. बच्चों, हम जानते हैं सूरज इस दुनिया को प्रकाश देता है. सूरज की आग का अर्थ होता है सूरज की ऊर्जा. सूरज സ്വയം അപ്നി ഊർജ ദുനിയാക്കോ പ്രദാൻ करता है. സൂര്യനാണ് ഈ ലോകത്ത് എല്ലാവർക്കും പ്രകാശം കൊടുക്കുന്നത്. സൂര്യൻ ഒരു നാൾ ഉദിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഭൂമിയുടെ സ്ഥിതി? പൂർണ്ണമായും അന്ധകാരത്തിൽ മുങ്ങുന്ന അവസ്ഥയാണ്. അപ്പൊ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തൻ്റെതായിട്ടുള്ള ആ ഒരു പ്രകാശം, അതായത് തൻ്റെ ഊർജം, അത് ഈ ലോകത്തിന് മുഴുവനും പ്രദാനം ചെയ്തത് സൂര്യനാണ്. അപ്പൊ സൂരജ് ദുനിയ സെ പ്യാർ करता है, वो दुनिया को अपनी ऊर्जा प्रदान करता है. अब दूसरी पंक्ति देखें. दरख्त अपने फूलों से इतना प्यार करे कि वो दे सके फूल दुनिया को भी. दरख्त का अर्थ क्या है? पेड़. पेड़ अपने फूलों से प्यार करता. മരങ്ങൾക്ക് അവരുടെ പൂക്കളും പഴങ്ങളും ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ തനിക്ക് ഇഷ്ടപ്പെട്ടത്, ഏറ്റവും പ്രിയപ്പെട്ടത് दूसरों को देता है. दूसरों को देना अर्थ क्या है? മറ്റുള്ളവർക്കായി പങ്കുവെക്കും. पेड़ अपने फूलों से इतना प्यार करता है फिर भी वो दुनिया को देता है. അടുത്ത വരികൾ നോക്കൂ. बादल अपने जल से इतना प्यार करे कि वो दे सके जल दुनिया को भी. बादल, बादल का अर्थ क्या होता है? मेघ, है ना. बादल अपने जल से, जल पानी. तो बादल अपने जल से, बादल का सबसे प्रिय चीज क्या है? पानी. वो पानी को क्या करता है? वो पानी को पूरे संसार में बांटता है. तो यहाँ कवि कहते हैं बादल भी अपने जल से प्रकृति या दुनिया की प्यास बुझाता है. बादल अपनी बारिश के माध्यम से पृथ्वी को सजाता है और पानी से प्रकृति को शीतलता देता है. മേഘങ്ങൾ മഴയായി പെയ്യുന്നു. അവ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും ദാഹം മാറ്റുന്നു. മഴയുടെ മാധ്യമത്താൽ, അല്ലെങ്കിൽ മഴ പെയ്ത് ഭൂമിയെ മനോഹരമാക്കി തീർക്കുന്നു. ഇവിടുത്തെ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും മഴ ഒരു വരദാനമായി മാറുന്നു. ഈ ജലം കൊണ്ട് പ്രകൃതിയെ മുഴുവനും ശീതളം, നല്ല ശൈത്യമുള്ളതാക്കി മാറ്റുന്നു. ജനങ്ങളുടെ ദാഹം അകറ്റുന്നു. അതാണ് ആര് ചെയ്യുന്നത്? ബാദൽ. तो सूरज अपने ऊर्जा से पूरी दुनिया को प्रकाश देता है या ऊर्जा प्रदान करता है, और पेड़ अपने फल और फूल से लोगों को प्यार बांटता है. बादल अपने जल से पूरी दुनिया की प्यास बुझाता है. अगला पंक्ति देखिए. मैं खुद से इतना प्यार करूं कि दे सकूं प्यार दुनिया को भी. ആ ചിത്രത്തിലെ പെൺകുട്ടി പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? मैं खुद से इतना प्यार करूं. ഞാനും എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എന്നെ എത്രത്തോളമാണോ സ്നേഹിക്കുന്നത്, അതുപോലെ ആ സ്നേഹവും ലോകത്തിന് കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അപ്പം ആ പെൺകുട്ടിയും ആഗ്രഹിക്കുകയാണ്. ലड़की चाहती है मैं भी अपना प्यार दुनिया को बांटना चाहती हूँ. എൻ്റെ സ്നേഹവും ഞാൻ ലോകത്തിന് വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സ്നേഹവും ലോകത്തിന് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. तो कवि के कहने का मतलब ये है खुद से प्यार करना. നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ അത് വളരെ ആഴമുള്ളതും മഹത്വപൂർണമായ ഒരു അനുഭവമാണ്. जो खुद से प्यार करता है वह आत्मविश्वास के साथ दुनिया को संभाल सकता है. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടാകും. ആ ആത്മവിശ്വാസത്തോടെ നമുക്ക് ലോകത്തെ മുഴുവനും സ്നേഹിക്കാൻ കഴിയും. अपनी चीजें, നമ്മുടെ വസ്തുക്കൾ, अपनी चीजें दूसरों की भलाई के लिए दे और आत्मसम्मान बढ़ाए. तो कवि के कहने का तात्पर्य, കവി എന്താ ആഗ്രഹിക്കുന്നത്? നമ്മൾ दूसरों की भलाई के लिए, മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഓരോ പ്രവൃത്തികൾ ചെയ്യണം. അതിലൂടെ ആത്മസമ്മാൻ बढ़ाए, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലൂടെ നമ്മുടെ ആത്മാഭിമാനം നമുക്ക് വളർത്താൻ കഴിയും. कवि कहते हैं अपनी चीजें दूसरों की भलाई के लिए दे और अपना आत्मसम्मान बढ़ाए. മനസ്സിലായോ? അടുത്തതായി നമുക്ക് പുസ്തകത്തിലെ ഒരു പ്രവർത്തനം നോക്കിയാലോ? ജോഡെ और वाक्य लिखे. കവിത നന്നായി മനസ്സിലാക്കിയത് കൊണ്ട് നമുക്കിത് എഴുതാൻ കഴിയും. പേട്, സൂരജ്, ബാദൽ. ദുനിയയ്ക്ക് എന്താ കൊടുക്കുന്നത്? അത് തന്നെ നേർക്ക് എഴുതിയിട്ടുണ്ട്. പാനി, ഊർജ, ഫൂൽ, അവസാനം ദേത്താ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സൂരജ് ദുനിയാക്കോ
ऊर्जा देता है, पेड़ दुनिया को फूल देता है, बादल दुनिया को പാനി ദേത്താ ഹെ. ഇത് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. നമുക്ക് അടുത്തൊരു പ്രവർത്തനം നോക്കിയാലോ. സൂരജ്, പേട്, ബാദൽ ഇവ എന്താണ് നമുക്ക് തരുന്നത് എന്ന് നമുക്ക് വിശദമായി ഒന്ന് നോക്കിയാലോ. ആദ്യം സൂരജ്. സൂരജ് ഹമേ താപ് ദേത്താ ഹെ, സൂരജ് ഹമേ പ്രകാശ് ദേത്താ ഹെ, സൂരജ് ഹമേ ഊർജ ദേത്താ ഹെ. അപ്പോൾ ഇതിൽ മൂന്നെണ്ണവും നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ കഴിയും. അബ് ബാദൽ ഹമേ ക്യാ ക്യാ ദേത്താ ഹെ. ബാദൽ ഹമേ पानी देता है, बादल हमें वर्षा देता है, बादल हमें शीतलता देता है. पेड़, पेड़ हमें लकड़ी देता है, पेड़ हमें फूल देता है, पेड़ हमें फल देता है. അടുത്തതായി കവിതയുടെ ആശയം എഴുതാനാണ്. കവിതയുടെ ആശയം എഴുതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദാ നോക്കൂ. ശീർഷക് കാ ഉല്ലേഖ് കിയാ ഹെ, തലക്കെട്ട് എഴുതിയിട്ടുണ്ട്. കവി കാ പരിചയ ദിയാ ഹെ, കവിത എഴുതിയ കവിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കവിത കാ ആശയ ലിഖാ ഹെ, കവിതയുടെ ആശയം മനസ്സിലാക്കി എഴുതിയിട്ടുണ്ട്. അപ്നാ വിചാർ ലിഖാ ഹെ, കവിത വായിച്ച് കുട്ടിക്ക് തൻ്റെ അഭിപ്രായം എഴുതാനുള്ള അവസരവുമുണ്ട്. കുട്ടിയത് ചെയ്തിട്ടുണ്ട്. ഈ സൂചകങ്ങളെ മനസ്സിൽ വെച്ചിട്ട് വേണം കവിതയുടെ ആശയം എഴുതാൻ. ഇതാണ് കവിതയുടെ ആശയം. ഇതൊന്ന് വായിച്ച് നോക്കിക്കേ. ശീർഷക് प्यार, खुद से प्यार शोभानाथ यादव की लिखी कविता है. कविता का मुख्य आशय प्यार है. कवि कहते हैं सूरज अपनी ऊर्जा, पेड़ अपने फूल, बादल अपना पानी प्रदान करके पृथ्वी पर जीवन के आधार बनते हैं. हमें भी खुद से प्यार करना है, अपना प्यार दूसरों को देना है, इस प्रकार दूसरों की मदद करनी है. पंक्तियों के विशेष भाषा प्रयोगों से कविता की शोभा बढ़ी है. जैसे इतना प्यार करे कि दे सकूं प्यार दुनिया को भी आदि. हम प्रकृति से प्यार का सबक सीखे और दूसरों की भलाई के लिए जिए. പ്രിയപ്പെട്ടവരെ, കവിത നന്നായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും വേണം. പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ എളുപ്പമാകും.